പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹ്യൂമാനിറ്റീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറായ ഹിസ്റ്ററി കോഡ് നമ്പർ 315 ഓപ്ഷൻ മൊഡ്യൂളായിട്ടുള്ള 31ാമത്തെ ചാപ്റ്റർ, ഓപ്ഷൻ മൊഡ്യൂൾ 1 7 വരുന്ന 31ാമത്തെ ചാപ്റ്റർ മിഡീവൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടന്നത്. മൊത്തം സിലബസിന്റെ 60% പബ്ലിക് എക്സാമിനും ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്റർ. ഈ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ക്ലാസ്സുകളാണ്, അവസാന ഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ ഒക്കെ ആയിരിക്കും ഉണ്ടാകും. ഒരു 7 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മുഹമ്മദ് ഗൗരിയാണ്. മുഹമ്മദ് ഗൗരിയുടെ റോള്, പങ്കിനെ കുറിച്ച് വിവരിക്കാനാണ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. 9ാമത്തെ ചാപ്റ്ററിൽ മുമ്പ് ഇത് പഠിച്ചതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻസ് ഗൈഡിൽ കാണുന്നുണ്ട്. 9ാമത്തെ ചാപ്റ്ററിൽ മുഹമ്മദ് ഗോറി 1173 ഗസ്നിയിൽ അധികാരത്തിൽ എത്തുന്നത്. തന്റെ അധികാരം വിപുലമാക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ആക്രമിച്ചു. 1175 അദ്ദേഹം മുൾട്ടാൻ കീഴടങ്ങി ഗോമൻ ചുരത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നത്. അവിടെ നിന്ന് താർ മരുഭൂമി കടന്ന് ഗുജറാത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് അദ്ദേഹം പഞ്ചാബിന് നേരെ ആക്രമണം നടത്തി. അത് പിടിച്ചെടുത്ത ശേഷം ഗോറി പെഷവാർ പിടിച്ചെടുത്തു. അങ്ങനെ പഞ്ചാബ് ആകെ അധീനത്തിലായതോടെ ഗോറികൾ ചൗഹന്മാരുടെ രാജാതിർത്തിയിലെത്തി. ഇതേ സമയം വടക്ക് പടിഞ്ഞാറ് അജ്മീറിൽ ചൗഹന്മാർ ശക്തി പ്രാപിച്ചു. ഇതിന് കീഴിലാണ് തറൈൻ യുദ്ധവും 2ാം തറൈൻ യുദ്ധമൊക്കെ നടന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇറ ഓഫ് ബാൾബൺ കല്ലീസ് ആണ്. ബാൾബൺ കല്ലീസിന്റെ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് 2ാമത്തെ ചോദ്യം വരുന്നത്. ഓക്കെ, ബാൾബൻ ഖൽജി നൂറ്റാണ്ടിന്റെ സവിശേഷതകൾ വിവരിക്കാനാണ്. ബാൾബന്റെ സിംഹാസന ആരോഹണത്തെ തുടർന്ന് ഡൽഹി സുൽത്താനേറ്റ് അതിർത്തി പ്രദേശങ്ങളിൽ മംഗോളിയന്മാരുടെ ഭീഷണി നേരിടുകയുണ്ടായി. ശക്തിയും തന്ത്രവും ബുദ്ധിപൂർവ്വം സമന്വയിപ്പിച്ച് ബാൾബൻ അവരെ നേരിട്ടു. ബയാസ് നദി മംഗോളിയർ കടക്കാതിരിക്കാൻ ഒരു സേനയെ അവിടെ ബാൾബൻ നിയോഗിച്ചു. അതിർത്തിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി ബാൾബൻ വിദൂര ദേശങ്ങൾക്ക് സൈനിക പര്യടനങ്ങൾക്കൊന്നും പോകാതെ ഡൽഹിയിൽ തന്നെ തങ്ങി. അതേസമയം മംഗോളിയരുടെ നേതാവായ ഹുലാക്കുമായി നല്ല ബന്ധം പുലർത്താനും ബാൽബൻ ശ്രമിച്ചു. ഹുലാക്കുവിന്റെ പ്രതിനിധി സംഘത്തെ ബാൽബൻ ഹൃദ്യമായി സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും മംഗോളിയരെ നിയന്ത്രിക്കാൻ വേണ്ടി താൻ നടത്തുന്ന വാർഷിക സൈനിക പര്യടനങ്ങൾ ബാൽബൻ മുടക്കിയതില്ല. 1286 ബാൽബന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ തുർക്കി സുൽത്താനത്ത് അധികകാലം നീണ്ടുനിന്നില്ല. മംഗോളിയരുമായുള്ള യുദ്ധത്തിൽ ബാൽബന്റെ മകൻ പ്രിൻസ് മുഹമ്മദ് മരിച്ചുപോയി. 2ാമത്തെ മകൻ ബുഗ്രാഖാൻ ആകട്ടെ ബംഗാളും ബീഹാറും ഭരിക്കാനാണ് താല്പര്യപ്പെട്ടത്. തൽഫലമായി ബാൽബന്റെ പൗത്രനായ കായിക് ബാജ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നു. തുർക്കി പ്രഭുക്കന്മാർ മാത്രം വലിയ പദവി വഹിക്കുന്നതിൽ പൊതുവെ എതിർപ്പുണ്ടായിരുന്നു. തുർക്കികളല്ലാത്ത ഖൽജികളെ പോലുള്ളവർ വലിയ സ്ഥാപനങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടതേയില്ല. പ്രഭുക്കളായി ഇന്ത്യക്കാരെ അംഗീകരിച്ചിരുന്നെങ്കിലും അവർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകിയിരുന്നില്ല. ഖൽജി രാജവംശത്തിന്റെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖൽജി കേവലം 6 വർഷം മാത്രമേ അധികാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ദുർഘടം പിടിച്ച ആ കാലഘട്ടത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പ്രാർത്ഥനായിരുന്നില്ല. എങ്കിലും ബാൽബന്റെ കാലത്ത് ഭരണത്തിന്റെ കർശകരമായ പല വശങ്ങളും ഇല്ലാതാക്കാൻ ജലാലുദ്ദീൻ ശ്രമിച്ചു. ജനപിന്തുണയായിരിക്കണം രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന ആശയം മുന്നോട്ട് വെച്ച ഡൽഹി സുൽത്താനത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ. കാരുണ്യവാനും മതേതര വീക്ഷണമുള്ളതും സവിഷ്ണുതുമായിരുന്നു ജലാലുദ്ദീൻ ഖൽജി. ജലാലുദ്ദീന്റെ അനന്തരവും ജാമാതാവുമായിരുന്നു അലാവുദ്ദീൻ. ജലാലുദ്ദീനെ ചതിച്ചു കൊന്ന ശേഷം അലാവുദ്ദീൻ അധികാരത്തിൽ വരുന്നത്. ഔദ്യോഗിക ഗവർണറായിരുന്ന കാലത്ത് ഡക്കാന്റെ ദേവഗിരി പിടിച്ചടക്കിയതിനെ തുടർന്ന് ലഭിച്ച അളവറ്റ സമ്പത്ത് ഉപയോഗിച്ച് അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇനി 3ാമത്തെ ചോദ്യമാണ്. അനലൈസ് ദി ഡിഫറെന്റ് ഒപ്പീനിയൻസ് റിഗാർഡിംഗ് ദി നേച്ചർ ഓഫ് ദി മുഗൾ റൂൾ ഡ്യൂറിംഗ് ദി 16th and 17th century. 16-17 നൂറ്റാണ്ടുകളിലെ മുഗൾ ഭരണത്തിന്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് വാദഗതികൾ വിലയിരുത്തുക. ഇന്ത്യയിലെ മുഗൾ ഭരണം തുർക്കി ഭരണത്തിന്റെ തുടർച്ചയാണ്. മുഗൾ ഭരണ വ്യവസ്ഥയിലെ മുഖ്യ ശില്പി അക്ബറാണ്. മുഗൾ ഭരണ സംവിധാനത്തിന്റെ ചക്രവർത്തിയാണ് രാഷ്ട്രത്തിന്റെ തലവൻ. മുഗൾ ഭരണകൂടത്തിന്റെ സ്വഭാവത്തെ വിവിധ ചരിത്രകാരന്മാർ പലതരത്തിൽ വിലയിരുത്തുന്നുണ്ട്.
ഇന്ത്യനും ഇന്ത്യതരമായ ഘടകങ്ങളുടെ മിശ്രണമാണ് മുഗൾ ഭരണം എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ അത് ഇന്ത്യൻ ചട്ടക്കൂടിനകത്തുള്ള ഒരു പേർഷ്യൻ അറബിക് വ്യവസ്ഥയാണ്. മുഗളന്മാരുടെ ഭരണം മതാശ്രിത ഭരണമായിരുന്നു എന്ന് മറ്റൊരു അഭിപ്രായം പറയുന്നത്. മുഗൾ ഭരണം സ്വേച്ഛാധിപത്യമായിരുന്നെന്നും ഏകാധിപത്യമായിരുന്നെന്നും മതാശ്രിതമായിരുന്നെന്നും മറ്റു അഭിപ്രായം. മുഗളന്മാരുടെ ഒരു പുരുഷാധിപത്യ ഉദ്യോഗസ്ഥ മേധാവിത്യ സാമ്രാജ്യമായിരുന്നെന്നും പുതിയ ചില വ്യാഖ്യാനങ്ങളുണ്ട്. നാലാമത്തെ ചോദ്യം, വാട്ട് were the major objectives of അലാവുദ്ദീൻ ഖൽജി economic reforms? അലാവുദ്ദീൻ ഖൽജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അലാവുദ്ദീൻ ഖൽജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. 9ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഭക്ഷ്യസാധനങ്ങൾക്കും പാചക എണ്ണ മുതൽ സൂചി വരെയുള്ള സാധനങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾക്കും കുതിര, കന്നുകാലി, അടിമകൾ എന്നിവയ്ക്കെതിരെയും വില കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് അലാവുദ്ദീൻ ഉത്തരവാക്കി. അദ്ദേഹം 3 കമ്പോളങ്ങളാണ് സ്ഥാപിച്ചത്. ഭക്ഷ്യധാന്യങ്ങൾ, എല്ലാവിധ വസ്ത്രങ്ങൾക്കും പഞ്ചസാര, നെയ്യ്, ഉണങ്ങിയ പഴങ്ങൾ, അതാണ് 2ാമത്തെ. 3ാമത് കുതിര, കന്നുകാലികൾ അടിമകൾ എന്നിവയ്ക്ക് വേണ്ടില്ല. 1 ഭക്ഷ്യധാന്യങ്ങൾ, 2 പഞ്ചസാര, നെയ്യ്, എണ്ണ, 3 കന്നുകാലി, കുതിര, അടിമകൾ. ഓരോ കമ്പോളത്തിന് സേന എന്നറിയപ്പെടുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു രജിസ്റ്റർ ഉണ്ടാകും. കമ്പോളങ്ങൾ ഒരു ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിലായിരുന്നു. വ്യാപാരികളെയും വിലയെ കർശനമായി നിയന്ത്രിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരായിരുന്നു. ഇതിനു പുറമെ ഭൂനികുതി വിളവിന്റെ 50% ഉയർത്തുകയും അത് പണമായി നൽകാമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. അതുപോലെ കുറഞ്ഞ വിലക്ക് ധാന്യം വ്യാപാരികൾക്ക് വിൽക്കാൻ കർഷകർ നിർബന്ധിതരായി. തുണികൾ, എണ്ണ, നെല്ല് തുടങ്ങിയവ വിപണനം ചെയ്യുന്ന കമ്പോളത്തിന് സ്വരായിദിൽ എന്നറിയപ്പെടുന്നു. നീതിയുടെ സ്ഥലം എന്നാണ് അർത്ഥം. 3ാമത്തെ മാർക്കറ്റ് കുതിരകളുടെയും കന്നുകാലികളുടെയും അടിമകളുടെയും വിപണനത്തിലായിരുന്നു. കുതിരകളുടെ വില നിയന്ത്രിക്കേണ്ടത് സുൽത്താനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിരുന്നു. കാരണം ന്യായമായ വിലക്ക് മികച്ച ഇനം കുതിരകളെ ലഭിച്ചില്ലെങ്കിൽ കാര്യക്ഷമമായി സൈന്യത്തെ നിലനിർത്താനാവുന്നില്ല. 5ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി മുഗൾ നോബിലിറ്റി. മുഗൾ പ്രഭുവർഗത്തിന്റെ പല സവിശേഷതകൾ വിവരിക്കുക. മുഗൾ പ്രഭുവർഗത്തിന്റെ പല വർഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഇറാനികൾ, ഉസ്ബെക്കുകൾ, ഖുറസാനികൾ, രാജികൾ, അഫ്ഗാനികൾ, ഇന്ത്യൻ മുസ്ലിങ്ങൾ, ബറാത്തകൾ, രജപുത്ര എന്നിവരെല്ലാം ആ വർഗത്തിലുണ്ടായിരുന്നു. എഴുത്തുമിഷന്റെ കാലം തൊട്ട് ഇന്ത്യ രാഷ്ട്രീയ സ്ഥിരത കൈവരിച്ചതിനാൽ പല ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകി. പല നിലയിൽ അവർ മുഗൾ ഭരണത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തു. മൻസബ്ദാർ ചെറിയ റാങ്കോട് കൂടിയാണ് അവരുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. പ്രമുഖരായ പ്രഭുക്കർ, പ്രത്യേകിച്ചും പ്രവിശ്യയിലെ ഗവർണർ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ്. മൻസാബുകളിൽ നിന്നാണ് പ്രഭുക്കന്മാർക്ക് വരുമാനം ലഭിച്ചിരുന്നത്. രജപുത്രരുടെയും മറ്റ് ഹിന്ദു പ്രഭുക്കന്മാരുടെയും സാമ്പത്തിക സ്ഥിതി മുഗൾ പ്രഭുക്കന്മാരെക്കാൾ മെച്ചപ്പെട്ടാണ്. മുഗൾ സേവനത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാക്കന്മാർക്കും മറ്റു മുഖ്യന്മാർക്കും അവർ പരമ്പരാഗതമായി കിട്ടിയ പ്രദേശങ്ങൾ നിലനിർത്തിയിരുന്നു. രാജാ സായ് സിംഗ് ഉയർന്ന പദവിയുള്ള മൻസബ്ദാറായിരുന്നു. ശേഷം അംബർ തന്റെ കൈവശം തന്നെ നിലനിർത്തി. അതേപോലെ രാജാ മാൻസിംഗ് ജയ്പൂർ. അടുത്ത ചോദ്യം 6ാമത്തേത്, റീജിയൻ ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക് മാർക്ക്ഡ് ബോത്ത് ദി ഹൈ പോയിന്റ് ഓഫ് ദി സുൽത്താനേറ്റ് ആൻഡ് ബിഗിനിങ് ഓഫ് ഹിസ് ഡിക്ലൈൻ. എക്സ്പ്ലെയിൻ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണം ഡൽഹി സുൽത്താനത്തിന്റെ ഉയർച്ചയും നാശത്തെയും കുറിച്ച് വിശദമാക്കും. 1351 മുഹമ്മദ് തുഗ്ലക്ക് നിര്യാതനായി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ട സുൽത്താനത്തിന്റെ വളർച്ചയും അതിന്റെ നാശത്തെയും തുടർച്ചയും കാണിക്കുന്നു. 1296 മുതൽ 1335 വരെയുള്ള കാലഘട്ടം തുടർച്ചയായ കേന്ദ്രവൽക്കരണത്തിന്റെ സാമ്രാജ്യ വ്യാപനത്തിന്റെ കാലഘട്ടമാണ്. ഭരണകാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ തന്റേതായ ഒരു നൂതന ശൈലി പിന്തുടർന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യ ചരിത്രത്തിലെ വിവാദ പുരുഷന്മാരിൽ അഗണ്യനാണ്. 1392 തിമൂറിന്റെ ആക്രമണമാണ് സുൽത്താനേറ്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണം. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചടക്കിയ ശേഷം തിമൂർ ഡൽഹിയിൽ പ്രവേശിച്ച് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം തുഗ്ലക്ക് സാമ്രാജ്യം നിലനിന്നു. എങ്കിലും മുമ്പുണ്ടായിരുന്നതിന്റെ ഒഴിഞ്ഞലിൽ മാത്രമായിരുന്നു അത്. ഡൽഹി സുൽത്താനത്തിന്റെ സമ്പൂർണ്ണ പതനത്തിന് മുമ്പ് 2 വംശങ്ങൾ കൂടി ഡൽഹി ഭരിച്ചിരുന്നു. അവ സയ്യിദുകളും ലോധികളും. സയ്യിദ് ഭരണം 1414 തുടങ്ങി 1451 അവസാനിച്ചു. 1526 ലോധി ഭരണം അവസാനിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി കറൻസി സിസ്റ്റം ഓഫ് മെഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ നാണയ വ്യവസ്ഥയെ കുറിച്ച് വിവരിക്കണം. ഇൽത്തുമിഷിന്റെ കാലം മുതൽ തങ്ക എന്ന സിൽവറിൽ തീർത്ത നാണയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. ഇതിന് പാരലായി കോപ്പർ നാണയങ്ങളും വ്യാപകമായിരുന്നു. ഇത് ജിദാർ എന്നറിയപ്പെടുന്നു. 14ാം നൂറ്റാണ്ടിൽ 48 അല്ലെങ്കിൽ 50 ജിദാർ ചേർന്നാണ് ഒരു തങ്ക അല്ലെങ്കിൽ സിൽവർ നാണയത്തിന് തുല്യമായിരുന്നു. സ്വർണ്ണ നാണയങ്ങൾ സുൽത്താനേറ്റ് കാലഘട്ടം നിലവിലുണ്ടായിരുന്നു. ഷേർ ഷാ സൂര്യ 2 ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ നാണയങ്ങൾ സ്ഥാപിച്ചു.
അക്ബർ മുതലുള്ള മുഗൾ ഭരണാധികാരികൾ സുൽത്താനേറ്റ് കാലത്ത് അതേ നാണയവ്യവസ്ഥ തന്നെയാണ് പിന്തുടർന്നത്. മുഗളന്മാർ സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയിരുന്നെങ്കിലും സാധാരണയായി മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് അവ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ഓക്കെ, എത്രയാണ് ഇതിൽ വരുന്നത്? എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. NSന്റെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SLC+2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായി പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SLC+2 നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാം. 9037114679. ഓക്കെ, താങ്ക് യു.